ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ശ്വസനം എന്നുള്ള പ്രക്രിയ, അതിലൂടെ എങ്ങനെയാണ് തന്റെ പരിസരത്തുള്ള ഘടകങ്ങളുമായിട്ട് പാരസ്പര്യത്തിൽ ഏർപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ പരിസരത്ത് ഉള്ള ഘടകങ്ങളെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ സംഭവമാണ് ഈ പറയുന്ന ശ്വസനം എന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശപ്പും ദാഹവുമാണ്. ഇവയെ അർത്ഥനകൾ എന്നാണ് പറയുക. ശ്വസനത്തിന് അർത്ഥന ആവശ്യമില്ല, അത് സ്വാഭാവികമായിട്ട് നിരന്തരമായി സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ വിശപ്പ് ദാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് അർത്ഥന, ഒരു കോൺഷ്യസ് ട്രിഗർ അവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ അർത്ഥന എന്താണെന്ന് അടക്കമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ട്രോപ്പിസം ആൻഡ് റെസ്പോൺസീവ് ട്രോപ്പിസം ബിറ്റ്വീൻ സിസ്റ്റം ലെവൽസ് റിസ്റ്റോർ ആൻ എൻറ്റിറ്റീസ് ബാലൻസ് ആൻഡ് ഹെൽത്ത്. വിശപ്പും ദാഹവും അടക്കമുള്ള അർത്ഥനകൾ പരിസര പാരസ്പര്യം സൃഷ്ടിക്കുന്നതിൽ ശ്വാസം കഴിഞ്ഞാൽ അടുത്തതായി പ്രാധാന്യമുള്ളത് വിശപ്പും ദാഹവുമാണ്. എന്നാൽ ഇവ മാത്രമല്ല, തന്നിൽ ഋണമാകുന്ന പാരിസ്ഥിതിക ഘടകങ്ങളോട് പാരസ്പര്യത്തിലാകുവാനായി ഒരു ജൈവസത്ത വിവിധ സ്വാഭാവിക ചോദനകളിലൂടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഈ പ്രതിഭാസത്തെ അഭിഗതി അഥവാ ട്രോപ്പിസം എന്ന് വിളിക്കുന്നു. പ്രകൃതിയിലെ മൗലിക പാരസ്പര്യ ബലങ്ങളിൽ ഒന്നായ വെക്ടർ ബോസോൺ ആണ് വ്യവസ്ഥകളിൽ അഭിഗതിക്ക് കാരണമാകുന്നത്. സസ്യങ്ങളടക്കം അധിക പരിണാമം സിദ്ധിക്കാത്ത ജീവികളിൽ പരിസരത്തെ പ്രകാശ, രാസ, ഭൂഗുരുത്വ, താപസ്പർശ ഘടകങ്ങളോട് ഉള്ള ആഭിമുഖ്യമായി ഈ പ്രതിഭാസം കാണാവുന്നതാണ്. ഉയർന്ന ബോധാവസ്ഥയിലുള്ള ജീവികളിൽ രാഗാസക്തികളിൽ കൂടി ചേർന്ന അഭിഗതി പ്രവർത്തിക്കുന്നത് അർത്ഥനകളായിട്ടാണെന്ന് പ്രകൃതി തത്വശാസ്ത്രം നിരീക്ഷിക്കുന്നു. കോശം അതിനെ പേറുന്ന കലകളോടും കലകൾ അവയവത്തോടും അവയവം ജീവിയോടും വിനിമയം ചെയ്യുന്നത് പോലെ തന്നെ ജീവി അതിന്റെ ഉപരിവ്യവസ്ഥയായ പരിസരത്തോടും അദൃശ്യ ചോദനകളായി ഈ അർത്ഥനകൾ പ്രസരിപ്പിക്കുന്നു. പ്രസരിക്കുന്ന അർത്ഥനകൾക്ക് പ്രത്യർത്ഥനയോ പ്രതിഫലമോ നൽകുക വഴിയാണ് വ്യവസ്ഥകൾ ഈ ഋണശൂന്യതകളെ പരിഹരിച്ച് സംതൃപ്തമാക്കി തുലനം ചെയ്യുക. ഈ അർത്ഥന പ്രത്യർത്ഥനകളെ നിലനിർത്തുകയും പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യ സുസ്ഥിതി ഉണ്ടാകുക. ഇത് കുറച്ച് നീണ്ടതായി പോയി എന്നുള്ളത് അറിയാം, പക്ഷെ ഇത്രയും പറയാതെ ഇത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കുറച്ചു സാങ്കേതികവുമാണിത്. നമുക്കറിയാം, ട്രോപ്പിസം എന്നുള്ള ഒരാശയം ഇവിടെ പുതുതായിട്ട് ഇത് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. ഇവിടെ സ്ഥിരം വരുന്ന ആളുകൾക്ക് അറിയുന്നതാണ് ട്രോപ്പിസം. ഒരു ചെടി വെച്ച് കഴിഞ്ഞാല് ചെടി വെളിച്ചമുള്ളിടത്തേക്ക് നീങ്ങിപ്പോകും. അതാണ് ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ ഹീലിയോട്രോപ്പിസം എന്നൊക്കെ പറയാം. അതിന്റെ വേര് വെള്ളമുള്ള ഭാഗത്തെ തേടിപ്പോകും. അതിനാ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയാം. അപ്പൊ ട്രോപ്പിസം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു മത്തന്റെ ചെടി വളരുന്നുണ്ടെങ്കിൽ അത് വളർന്നു പോകുന്നതിന്റെ ഇടയിൽ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പിടിവള്ളി, ഒരു പിടിത്തം ഉണ്ട്, അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ വഴിക്ക് അതിന്റെ ആ സ്പ്രിങ് പോലുള്ള കരങ്ങൾ നീണ്ടുപോയി അത് പിടിക്കും. ഇത് ട്രോപ്പിസാണ്. നമ്മള് ഈ ഇക്കോ സൈറ്റ് എന്നുള്ള വെബ്സൈറ്റിലെ ആദ്യ പാഠം തന്നെ പ്രകൃതിയുടെ ഈ അദൃശ്യമായ ദൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇക്കോ സ്പിരിച്വാലിറ്റി തുടങ്ങുന്നത് തന്നെ എവിടെയാണ്? കാരണം അത് പ്രകടമായ രൂപത്തിലല്ല ഇത് പ്രവർത്തിക്കുന്നത്. പ്രകടമല്ലാത്ത ചില കാര്യങ്ങളെ, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിലൂടെ അത് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാറുണ്ട്. അപ്പോ ഈ ഇതാണ് ട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പൊ ട്രോപ്പിസം എന്ന് പറയുന്നത് ഇവിടെ നിന്നും എനിക്ക് വേണ്ടതെന്തോ അതിന്റെ നേരെ ഉള്ള എന്റെ ആക്കമാണ്, അതിലേക്കുള്ള ആ ചെല്ലുവാനുള്ള ആ പ്രേരണയാണ്. ആ പ്രേരണ കാണിക്കുന്ന സമയത്ത് തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു പ്രതിഫലനം, ഈ പ്രേരണയ്ക്ക് ഒരു പ്രേരണ അപ്പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അതാണ് റെസ്പോൺസീവ് ട്രോപ്പിസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ നേരെ ചെല്ലുന്ന സമയത്ത് അയാൾ ഒന്ന് വഴി മാറി ഇങ്ങനെ ഒന്ന് മാറി കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാൻ ചെല്ലുന്നതിനോട് പ്രതികരിച്ച് അയാൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക്
തുടർച്ചയായിട്ട് എന്റെ ചലനത്തിന് ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് അത് അവിടെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് പ്രതികരിച്ചുകൊണ്ട് അവിടെ സംഭവിക്കുന്നു. അതാണ് റെസ്പോൺസീവ് ട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പിസം ആൻഡ് റെസ്പോൺസീവ് ട്രോപ്പിസം ബിറ്റ്വീൻ സിസ്റ്റം ലെവൽസ്, രണ്ട് വ്യവസ്ഥാതലങ്ങൾ, എന്റെ കലയും കോശവും കൂടെ, അല്ലെങ്കിൽ കലയും അവയവവും കൂടെ, അല്ലെങ്കിൽ അവയവവും ഞാനും കൂടെ, അല്ലെങ്കിൽ ഞാനും എന്റെ ഉപരിവ്യവസ്ഥയായ പ്രകൃതിയും കൂടെ, അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ഭൂമിയും സൂര്യനും കൂടെ, ഇങ്ങനെ രണ്ട് വ്യവസ്ഥാതലങ്ങൾ തമ്മിലുള്ള ഈ ട്രോപ്പിസവും റെസ്പോൺസീവ് ട്രോപ്പിസം, ആന്റി ട്രോപ്പിസം അല്ല കേട്ടോ, അത് കൃത്യമായിട്ട് ഓർക്കണം. ആന്റി ട്രോപ്പിസം എന്ന് വെച്ചാൽ നേരെ എതിർദിശയിൽ പോകുന്നതാണ്. റെസ്പോൺസീവ് ട്രോപ്പിസവും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരവസ്ഥ. ഇതാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരു എൻറ്റിറ്റിയെ അത് തുലനം ചെയ്ത് നിർത്തുന്നത്, അത് ആരോഗ്യത്തിലാക്കി നിർത്തുന്നത് എന്നുള്ളതാണ് ടൈറ്റിൽ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പരിസര പാരസ്പര്യം സൃഷ്ടിക്കുന്നതിൽ ശ്വാസം കഴിഞ്ഞാൽ അടുത്തതായി പ്രാധാന്യമുള്ളത് വിശപ്പും ദാഹവുമാണ്. പരിസര പാരസ്പര്യം എന്നുള്ള പദം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് അതിന്റെ പരിസരത്താണ്, അതിന്റെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഭൂമിക, അതിന്റെ പ്ലാറ്റ്ഫോമിലാണ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ പരിസരത്താണ്. ഈ പരിസരവുമായി പാരസ്പര്യത്തിലായി, പരിസരത്ത് നിന്ന് എടുക്കുകയും പരിസരത്തേക്ക് കൊടുക്കുകയും ചെയ്താണ് പരിസര പാരസ്പര്യം എന്ന് പറയുന്നത്. അപ്പൊ പരിസര പാരസ്പര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു സത്തയ്ക്ക് നിലനിൽക്കാനാവുക. അതിന് വേണ്ടുന്ന വിഭവങ്ങൾ വെളിയിൽ നിന്ന് എടുക്കുന്നു, വേണ്ടാത്തത് തിരിച്ച് അവിടേക്ക് തന്നെ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഈ പരിസര പാരസ്പര്യം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും ആദ്യത്തേത് ശ്വാസമാണെന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വിശപ്പും ദാഹവുമാണ്. നമുക്കറിയാം, വിശപ്പും ദാഹവും എന്ന് പറയുന്ന രണ്ടവസ്ഥകൾ മാത്രമാണോ നമ്മുടെ കയ്യിലുള്ള? എന്താണ് വിശപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനം കഴിഞ്ഞ് വേണ്ടാത്തതിനെ ശരീരം വിസർജ്യം ആയിട്ട് മാറ്റും. അപ്പോ അവിടെ ഒരു ശൂന്യത വരും, ഋണത വരും. ഋണത എന്ന് വെച്ചാൽ കുറവ്, ആ ഋണത വരും, അല്ലെങ്കിൽ ശൂന്യത വരും. ആ ഋണമാകുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ, പോഷകങ്ങളോ മറ്റെന്തെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ, ആ ഋണമാകുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ ഉണ്ടല്ലോ, അവ പരിസരത്തുണ്ട്, പരിസ്ഥിതിയിലുണ്ട്. അവയോട് പാരസ്പര്യത്തിലാകാനായി ഒരു ശ്രമം നടത്തും. അപ്പൊ എന്റെ ശരീരത്തിൽ പോഷകങ്ങൾ കുറയുന്നു, അപ്പൊ അത് ഭക്ഷ്യങ്ങളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഭക്ഷ്യത്തോട് എനിക്ക് താല്പര്യം തോന്നുന്നു, ഒരു പ്രവണത, അതിനോട് ഒരു സ്വാഭാവിക ചോദനയുടെ രൂപത്തിൽ ഒരു ആഭിമുഖ്യം ഉണ്ടാകുന്നു. വിശക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു വർണ്ണചിത്രം കാണിച്ചു കഴിഞ്ഞാൽ അതിനോട് കാണാനുള്ള താല്പര്യം ഉണ്ടല്ലോ. വിശപ്പിനോടാണ് നമുക്ക് ആഭിമുഖ്യമുള്ളത്. അപ്പൊ സ്വാഭാവികമായ ചോദനയിലൂടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് അഭിഗതി എന്ന് പറയുക. അഭിഗതി അഥവാ ട്രോപ്പിസം. അഭിഗതി എന്ന് വെച്ചാൽ എങ്ങോട്ടാണോ വേണ്ടത് അങ്ങോട്ടേക്ക് ആക്കം കാണിച്ച് നിൽക്കുന്നൊരവസ്ഥ. അതിലേക്കാണ് പിന്നീട് നമ്മൾ പോവുക. ആ ആക്കം തോന്നുന്ന അവസ്ഥയ്ക്കാണ് പോവുക. അപ്പൊ ഒരു ടൂ വീലർ സ്റ്റാൻഡ് തട്ടിയതിനു ശേഷം നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ ഹാൻഡിൽ ബാർ ഒരു അല്പം തിരിഞ്ഞു നിൽക്കുന്നു. നമ്മൾ ആ വണ്ടി പിന്നെ ഓടിച്ചു കഴിഞ്ഞാൽ, ടൂ വീലർ ഓടിച്ചു കഴിഞ്ഞാൽ, ഈ എങ്ങോട്ടേക്കാണോ അതിന്റെ ഹാൻഡിൽ ബാർ തിരിഞ്ഞിരിക്കുന്നത് ആ വഴിക്കാണ് ഇത് നീങ്ങുക. അപ്പൊ അങ്ങോട്ടേക്ക് പോകുവാനുള്ള ആ യാന്ത്രികമായ ആ ഘടനയുണ്ടല്ലോ, ഹാൻഡിൽ ബാർ തിരിച്ചു വെച്ചിരിക്കുന്നുള്ള ഹാൻഡിൽ ബാറിന്റെ ആ ഒരു പ്രവണത ഉണ്ടല്ലോ, അതുപോലെ ജൈവ വസ്തുക്കൾ ഉണ്ടാവുന്ന ആ ഒരു പ്രവണതയാണ് അഭിഗതി എന്ന് പറയുക. പിന്നെ ആ വഴിക്കാണ് പിന്നെ അങ്ങോട്ട് പോകുക. അതിനെ ട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പോ പ്രകൃതിയിലെ മൗലിക പാരസ്പര്യ ബലങ്ങളിൽ ഒന്നാണ് വെക്ടർ ബോസോൺ എന്ന് പറയുന്നത്. ഗ്ലൂവോൺ, ഗ്രാവിറ്റോൺ, വെക്ടർ ബോസോൺ, ഫോട്ടോൺ എന്ന് പറയുന്ന 4 തരം ബലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആ വെക്ടർ ബോസോണിനെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രകൃതി തത്വശാസ്ത്രം ഗ്രോവോൺ ആൻഡ് ക്വെസ്റ്റോൺ എന്ന് പറയുന്ന 2 ഘടകങ്ങളെ കുറിച്ച് കൂടെ പ്രകൃതി തത്വശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന വെക്ടർ ബോസോണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊർജ പ്രേരണയാണ്. ഊർജം എന്നുള്ളത് പ്രേരിപ്പിക്കുന്നത്, ഊർജം മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചലിക്കുന്നത്. അപ്പോൾ ഊർജത്തിന് പ്രത്യേകിച്ച് മീഡിയ ഒന്നും വേണ്ട, മീഡിയ ഇല്ലാത്തത് തന്നെ ഇത് പ്രേരിപ്പിച്ച് അങ്ങോട്ടേക്ക് പോകും. നമുക്കിത് ദൃശ്യമാകണമെന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആ ഊർജ പ്രേരണ എന്നുള്ളത് ദൃശ്യമാകുന്നില്ല. ഇപ്പൊ കാന്തിക ബലം എന്നുള്ളത് നമുക്ക് ദൃശ്യമാകാം. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യമാകാം. ദൃശ്യം എന്ന് വെച്ചാൽ കണ്ടുകൊണ്ട് കാണണം എന്നല്ല, നമുക്ക് ഏതെങ്കിലും ഉപകരണത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ വെക്ടർ ബോസോണിന്റെ പ്രവാഹം നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയണമെന്നില്ല. പക്ഷെ അവിടെ ആ ഊർജത്തെ പ്രവഹിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോ പ്രപഞ്ചത്തിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 5 ബലങ്ങളിൽ ഒന്നാണ് ഈ വെക്ടർ ബോസോൺ, അല്ലെങ്കിൽ 4 ബലങ്ങളിൽ ഒന്നാണ് വെക്ടർ ബോസോൺ എന്ന് പറയുന്നത്. ഈ വെക്ടർ ബോസാണ് ഈ അഭിഗതി എന്നുള്ള ഈ ട്രോപ്പിസത്തിന് കാരണമാകുന്നത്. സസ്യങ്ങളടക്കം അധികം പരിണാമം ശ്രദ്ധിക്കാത്ത ജീവികളിൽ പരിസരത്തുള്ള പ്രകാശം, രാസികം, ഭൂഗുരുത്വം, താപം, സ്പർശം എന്നിവയോട്
ആഭിമുഖ്യമായിട്ട് പ്രതിഭാസം കാണാവുന്നത്. ചില ജീവികൾ അതിന്റെ ഗുരുത്വത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. അതിന്റെ കൂടുണ്ടാക്കുമ്പോൾ അതിന്റെ ഗുരുത്വ കേന്ദ്രത്തിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുക. നമ്മളും അങ്ങനെയല്ലല്ലോ, വീട് കെട്ടുമ്പോൾ വീട് തലകേടായി കെട്ടുകയൊന്നും ചെയ്യില്ല, നമ്മളതെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുക. പക്ഷെ നമ്മളതിന് അഭിഗതിയുടെ പേര് കൊടുക്കാറില്ല എന്ന് മാത്രം. പ്രകാശം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എല്ലാ ജീവികളും, സസ്യങ്ങളതെ, സൂക്ഷ്മജീവികളതെ, പ്രകാശത്തോട്, സ്പർശത്തോട്, താപത്തോട്, ഇവയെല്ലാം തന്നെ സൂക്ഷ്മജീവികളും സസ്യങ്ങളും നേരിട്ട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഓരോ ആക്ടിവിറ്റിയും ഇതിനനുസരിച്ചാണ് ക്രമീകരിച്ചിട്ടുണ്ടാവുക. അവരുടെ നിർമ്മാണങ്ങൾ അത്തരത്തിലായിരിക്കും, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പാറ്റേണുകളെല്ലാം രൂപത്തിലായിരിക്കും. ഉയർന്ന ബോധാവസ്ഥയുള്ള ജീവികളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതങ്ങനെ പ്രകടമായിട്ട് ആയിരിക്കില്ല. അതിനേക്കാളും വിശേഷപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് പ്രകടമാവില്ല എന്ന് മാത്രം. അവിടെ രാഗാസക്തികൾ കൂടി ചേർന്നാണ് അഭിഗതി പ്രവർത്തിക്കുക. രാഗം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അനുരാഗം, എന്താണ്, കാമക്രോധ ലോഭങ്ങളുണ്ടല്ലോ, ഇവയെല്ലാം നമ്മുടെ ഉള്ളിലെ ഋണതകളെ, നമ്മുടെ ഉള്ളിലെ ശൂന്യതകളെ പ്രകടിപ്പിക്കുന്നതാണ്. ഇത് ആണ് പ്രകടമായി ഈ ടോപ്പിസമായി നമ്മളിൽ നിന്നും വെളിയിൽ വരിക, നമ്മുടെ ഒരു ആവശ്യമായിട്ട് വെളിയിൽ വരിക. അപ്പൊ ചെറിയ ജീവജാലങ്ങളിൽ പ്രകാശത്തോടും വെള്ളത്തിനോടും ഒക്കെയുള്ള താല്പര്യമാണെങ്കിൽ, ഇപ്പോ നമ്മളിവിടെ പറഞ്ഞ പ്രകാശം, രാസം എന്ന് പറഞ്ഞു. രാസം എന്ന് വെച്ചാൽ ഭക്ഷ്യവസ്തുക്കൾ എന്തുവാകാം, ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ മറ്റേ വെള്ളം പോലുള്ള കാര്യങ്ങൾ എന്തുവാകാം. അപ്പൊ ഈ വിധത്തിലുള്ള കാര്യങ്ങളോടുള്ള താല്പര്യമാണെങ്കിൽ മനുഷ്യനെ പോലെയുള്ള ജീവികളിലേക്ക് എത്തുമ്പോൾ അവിടെ അവന് ഈ അഷ്ടരാഗങ്ങളും ആ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ പ്രേരിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോ ഓക്കെ, ഇവിടെ അപ്പോ ഉയർന്ന ബോധാവസ്ഥയുള്ള ജീവികൾ രാഗാസക്തികൾ കൂടി ചേർന്ന് അഭിഗതി പ്രവർത്തിക്കുന്ന അർത്ഥനകളായിട്ടാണ് പ്രകൃതി തത്വശാസ്ത്രം നിരീക്ഷിക്കുന്നത്. അപ്പോ ഈ പറയുന്ന രാഗാസക്തികളില്ലേ, രാഗാസക്തികൾ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് അർത്ഥന. ക്വസ്റ്റ് എന്ന് പറയും. നമുക്ക് എന്തു വേണം എന്ന് ക്വസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ. തേഴ്സ്റ്റ് അറിയാമല്ലോ, തേഴ്സ്റ്റ്, ദാഹം എന്ന് പറയുന്നൊരവസ്ഥ. ദാഹം പോലൊരു അവസ്ഥയാണ് ഈ ക്വസ്റ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള അർത്ഥത്തിലൊന്നും അതിനെ എടുക്കേണ്ട തൽക്കാലത്തേക്ക്. ദാഹം, തേഴ്സ്റ്റ് പോലെ എടുത്താൽ മതി. തേഴ്സ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. ആ വെള്ളം കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന ഒരു ആക്കം നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെയുള്ള ഒരവസ്ഥയായിട്ട് വിശപ്പിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ അനുഭവിക്കാറുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ വിശപ്പ് എന്നുള്ളത് നമ്മൾ നവമലയാളികൾ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പോ മറ്റേ ദാഹം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കുള്ള ഒരു പ്രേരണ ചെല്ലുന്നു, ചലന പ്രേരണ തരുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളോട്, ഇപ്പൊ ഒരാളോട് വിദ്വേഷം തോന്നി, അയാളെ കൊല്ലാനുള്ള കലി വന്നു, ഈ ദാഹം പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതായത് രാഗദ്വേഷങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം ഇതാണ്. രാഗങ്ങളും ദ്വേഷങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവഹിക്കുന്നത് ഈ അർത്ഥനയായിട്ടാണ്. ഒരു ഭക്ഷ്യവസ്തു വേണം തോന്നി, അതിനോട് താല്പര്യം തോന്നുന്നത് അർത്ഥനയായിട്ടാണ്. പ്രണയം തോന്നി, കാമം തോന്നി, ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അർത്ഥനയായിട്ടാണ്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ അഭിഗതികളല്ലാതെ അത് ഉയർന്ന ജീവജാലങ്ങളിൽ ഇത് രാഗാസക്തികൾ കൂടി ചേർന്നിട്ടാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത്. ഇത് എവിടെയാണ് ഇത് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോശം അതിനെ പേരുന്ന കലകളോടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കോശത്തിന് എന്ത് വേണം എന്നുള്ള അർത്ഥന ചെയ്യുന്നത് അതിന്റെ കലകളോടാണ്. കലകൾ ഇത് ചെയ്യുന്നത് അവയവത്തോടാണ്. അവയവം ജീവിയോട് ചെയ്യും, ജീവിയോ അതിന്റെ ഉപരിവ്യവസ്ഥയായ പ്രകൃതിയോട്, പരിസ്ഥിതിയോട് ചെയ്യും. ഇപ്പോ നിങ്ങളുടെ അവയവം നിങ്ങളോട് ഭക്ഷണം വേണം എന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങളത് എവിടെന്നേലും എടുത്തിട്ട് കൊടുക്കില്ലേ? കൊടുക്കാതിരിക്കില്ലല്ലോ. വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. ദാഹിച്ചു കഴിഞ്ഞാൽ ദാഹത്തിനെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അതുപോലെ അവയവം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ നൽകുന്നത് പോലെ നിങ്ങൾ പ്രകൃതിയോട് ചോദിക്കുമ്പോൾ, ഉപരിവ്യവസ്ഥയായ പരിസ്ഥിതിയോട്, പരിസരത്തോട് ചോദിക്കുമ്പോൾ അത് തിരിച്ചു തരിക എന്നുള്ളതാണ് അർത്ഥന എന്ന് പറയുന്നത്. പ്രതി അഭിഗതി എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ചുള്ള അഭിഗതി. നിങ്ങൾ അങ്ങോട്ടേക്ക് കാണിക്കുമ്പോൾ അത് തിരിച്ചും കാണിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ അങ്ങോട്ടേക്ക് ക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ചു തരുന്ന ഒരവസ്ഥ. ഇതാണ് പ്രത്യർത്ഥന എന്ന് പറയുക. ഈ അർത്ഥന അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് തിരിച്ചു വരും, അല്ലെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുന്നു.
അതിലൂടെയാണ് ഈ ഋണത. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൽ എന്തോ കുറവ് വരുന്ന സമയത്ത്, പ്രവർത്തനം കഴിഞ്ഞ് വിസർജനം കഴിഞ്ഞ് അതിന് കുറവ് വരുന്ന സമയത്ത് ആ കുറവ്, ഋണത, ഈ കുറവ് എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു തരം ശൂന്യതയാണല്ലോ. ആ ഋണശൂന്യതയുണ്ടല്ലോ, ഇതിനെ പരിഹരിക്കുകയാണ് ഉപരിവ്യവസ്ഥ ചെയ്യുക. എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ ആ കുറവിനെ പരിഹരിക്കാനായിട്ട് ഉപരിവ്യവസ്ഥ അതിൽ നിന്നും എടുത്തു തരും. ഇത് ക്ലിയർ ഫിസിക്സ് ആണ്. ഫിസിക്സിന്റെ ബേസിക് ഇക്വേഷൻസ് വെച്ച് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഞാനൊരു അർത്ഥന നൽകി കഴിഞ്ഞാൽ പ്രത്യർത്ഥന വഴി ഉപരിവ്യവസ്ഥ എന്നിലേക്ക് ആ വേണ്ടത് തന്ന് എന്റെ ശൂന്യതയെ പരിഹരിക്കുന്ന ഒരവസ്ഥ. പരിഹരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഉള്ളിലെ ശൂന്യത പരിഹരിക്കുമ്പോൾ അവിടെ സംതൃപ്തമാകുന്നു. സംതൃപ്തമാകുമ്പോൾ ഞാൻ ബാലൻസ്ഡ് ആകുന്നു. ഇതാണ് ഇതിന്റെ മെക്കാനിസം. സിമ്പിൾ മെക്കാനിസം ആണ്. എന്നിൽ എന്തെങ്കിലും കുറവ് വരുന്നു. കുറവ് വരുന്ന സമയത്ത് ഈ കുറവ് എവിടെ, കുറവിൻ്റെതായ ഘടകങ്ങൾ എവിടെയാണുള്ളത് അവിടേക്ക് ആ ഒരു പ്രേരണ, അർത്ഥന ചെലുത്തുന്നു. അവിടെ നിന്ന് പ്രത്യർത്ഥനയായിട്ട് അത് തിരിച്ചു വരുന്നു, എന്നുള്ളിൽ ഫില്ല് ചെയ്യപ്പെടുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ ന്യൂനമർദ്ദവും അതിമർദ്ദവും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഈ കാലാവസ്ഥയെ സംഭവിക്കുന്നത്. ഒരിടത്ത് ചൂട് കൂടുന്നു, വായു വെളിയിലേക്ക് പോകുന്നു, അവിടെ ന്യൂനമർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ മർദ്ദം കൂടുതലുള്ള സ്ഥലത്തു നിന്നും അങ്ങോട്ടേക്ക് വായു പ്രവഹിക്കുന്നു. അത് കാറ്റായിട്ടും കൊടുങ്കാറ്റായിട്ടും നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ജൈവ സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ സങ്കേതങ്ങൾക്ക്, അതിന്റെ പ്രവർത്തനത്തിന് ഒക്കെ ചെറിയ 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 ആട്രിബ്യൂട്ട്സ്, ചില പ്രത്യേക ഗുണവിശേഷങ്ങൾ വന്നു ചേരും. അവിടെ ബോധത്തിന്റെ ഇടപെടൽ ഉണ്ടാവും, അവിടെ ചില കൺട്രോളുകൾ ഉണ്ടാവും, ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷെ എന്തുവേണാലും ഇത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ട്രോപ്പിസവും റെസ്പോൺസീവ് ട്രോപ്പിസവും പ്രവർത്തിക്കുന്നത്, അർത്ഥനയും പ്രത്യർത്ഥനയും പ്രവർത്തിക്കുന്ന ഈ വിധമാണ്. അപ്പോ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സംതൃപ്തി നൽകുക, തുലനം ചെയ്യുക എന്നുള്ളതാണ്. ഈ അർത്ഥനാ പ്രത്യർത്ഥനകളെ നിലനിർത്തുകയും പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യ സുസ്ഥിതി ഉണ്ടാകുക. ഒരു ആരോഗ്യം ഒരു ശരീരത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അർത്ഥനകൾ ഉണ്ടാവണം. കാരണം ഇവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ ഋണശൂന്യതകൾ ഉണ്ടാവും. അത് പരിഹരിക്കാണ്ട് അർത്ഥനകൾ ഉണ്ടാവണം. അർത്ഥന എന്നുള്ളത് എവിടേക്കാണോ കൊടുക്കേണ്ടത് അവിടേക്ക് കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രത്യർത്ഥന ഉണ്ടാവണം. അതുവഴി ഋണശൂന്യത പരിഹരിക്കപ്പെടണം. സംതൃപ്തി ഉണ്ടാവണം. ആ സംതൃപ്തിയിലൂടെ തുലനം, ബാലൻസ് ഉണ്ടാക്കിയെടുക്കണം. ഈ വിധത്തിലുള്ള ഒരു സൈക്കിൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ പെടുന്നതാണ് വിശപ്പും ദാഹവും. ജീവികളുടെ അവിടം കൊണ്ട് ഒതുങ്ങുന്നതല്ല. അതിനുമപ്പുറത്ത് അഷ്ടരാഗങ്ങളും രാഗാസക്തികളും എല്ലാം അതിനകത്ത് പെടും. അപ്പൊ ഈ വിധത്തിലുള്ള ഒരു പരിസര പാരസ്പര്യം സൃഷ്ടിക്കുന്നതിലൂടെയാണ് നാം നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് പിന്തുടരുമ്പോഴാണ്, ഈ സിസ്റ്റത്തെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ആരോഗ്യ സുസ്ഥിതി ഉണ്ടാവുക. ഇതിൽ വിശപ്പിനെ തടഞ്ഞാൽ, ദാഹത്തെ തടഞ്ഞാൽ, രാഗത്തെ തടഞ്ഞാൽ, ഇതിലെന്തിനെ തടഞ്ഞാലും അത് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും. ഈ തടയാന്നുള്ളത് ഇപ്പോ വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, അതൊരു തടയലാണ്. വിശപ്പില്ലാത്തപ്പോ കഴിച്ചു, അതും തടയലാണ്. ഈ വിധത്തില് അധികമായി കിട്ടുന്നതും ആവശ്യത്തിന് കിട്ടാത്തതും രണ്ടും നമുക്ക് പുലിവാലുണ്ടാക്കും. അപ്പൊ ഇവയെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പോ ഇത് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അഭിഗതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവിടെ വിശപ്പും ദാഹവും രാഗങ്ങളും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നല്ലപോലെ നിരീക്ഷിക്കുക. അതിൽ പാഠങ്ങളുമായിട്ട് തുടർപാഠങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.